ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹന. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു, പക്ഷെ രാവിലെ തന്നെ അതിനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ട് ഇപ്പോൾ തൊട്ടിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ശരിക്കും വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച് തന്നെ. അപ്പോൾ ശരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അതെല്ലാം നമുക്ക് മിസ്സായിപ്പോയി. സാരില്ല, നമുക്ക് ഇനിയുള്ളത് കുറച്ച് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതാണ്. അപ്പോൾ രാവിലെ തന്നെ ചായയോടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ടെറസിൻ്റെ മേലേക്ക് കയറുകയാണ് കേട്ടോ. അവിടെ കുഞ്ഞി പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ പൂച്ചക്കുട്ടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കയറാണ്. ആ നേരത്ത് ഞാൻ അന്ന് പൂവിട്ടു എന്ന് പറഞ്ഞ് കാണിച്ചെന്ന ആ ഒരു നെല്ലിപ്പുളിമരമുണ്ടല്ലോ, നിറച്ച് കായുണ്ട് കേട്ടോ. അത്യാവശ്യം വലുതായിട്ടുണ്ട്. പക്ഷെ ഉമ്മിച്ചത് പൊട്ടിക്കാൻ സമ്മതിക്കില്ല. ഉമ്മിച്ച് പറയണത് അത് മൂക്കണം, എന്നിട്ടത് പഴുക്കും മീൻസ് നന്നായിട്ട് വലുതാവും, അപ്പോൾ പൊട്ടിക്കാം, അപ്പോഴാണ് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പൊട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എന്നെ കയറ്റി വിട്ടത്. അപ്പം ഇവിടെ വന്നപ്പോൾ അതാ നമ്മളെ പൂച്ചക്കുട്ടികളൊക്കെ കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടികളാണ് കേട്ടോ. നിൽക്കുന്നുണ്ട്. ഇവർ ടെറസിൻ്റെ മേലെയാണ് ഇവരെ വീട് തോന്നുന്നുണ്ട്. കണ്ടോ, ഇവിടെയാണ് ഇവർ നിൽക്കണേ. നല്ല രസമുണ്ട്, നല്ല ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇതൊരു ഇതുമ്മ പൂവൊക്കെ ഉണ്ടാവേണ്ടത്, അതുമ്മ പൂവൊന്നുമില്ല കേട്ടോ, കുഞ്ഞിപ്പൂ. ഞാൻ പറഞ്ഞ പഴം പച്ചയാണ് കേട്ടോ ഇത്. പച്ച ശരിക്കും എന്താ വീഡിയോ കാട്ടല്ലേ, എന്ത് ചെയ്യണമെന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ നടക്കണത്. 10 മണിപ്പൂ. 10 മണിയാകുമ്പോൾ ഈ പൂ വിരിയുമെന്നാണ് എല്ലാവരും പറയണത്. അതിൻ്റെ വേറൊരു കളർ രസമില്ലേ. ഇവിടെയൊക്കെ നിറച്ചുണ്ടായിരുന്നത്, നമുക്ക് നിറച്ച് പൂ വിരിഞ്ഞിരുന്നതാണ്. സൺസൈഡ് മേലാണ് കേട്ടോ വെച്ചേക്കണത്, നിറച്ച് വിരിഞ്ഞിരുന്നതാണ്. പിന്നെ അതൊക്കെ പോയി ശ്രദ്ധിക്കാണ്ട്. ഇതെന്താ വേറൊരു ചെടി കണ്ടോ, എന്തിൻ്റെയോ ചെടി, ഇതും നെല്ലിപ്പുളി ചെടി പോലെ തോന്നാം. നല്ല രസമുള്ള പൂവാണ്. നെല്ലിപ്പുളി ഞാൻ പറിച്ച് ഉമ്മിച്ച് കാണാണ്ട് കണ്ടോ, നല്ല ഫ്രഷ് 2 നെല്ലിപ്പുളി ഞാൻ അതൊന്ന് പറിച്ചു കേട്ടോ. അതുമെന്ന് വലിച്ചിട്ട് പറിച്ചതാ. കൊമ്പ് നീക്കിയിട്ട് നല്ല ഫ്രഷ് നെല്ലിപ്പുളി കണ്ടോ, ഒരു കേടൊന്നുമില്ല. അതിങ്ങനെ നിൽക്കണമ്പോൾ നല്ല ഭംഗിയുണ്ട്. കണ്ടിട്ടാണെങ്കിൽ എനിക്ക് കൊതിയായിട്ട് വയ്യ. അപ്പോൾ ഞാൻ 2 എണ്ണം പൊട്ടിച്ചത് ഉമ്മിച്ചി അറിയില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഉമ്മിച്ചി മേലെ കയറി വന്ന്. അങ്ങനെ പിന്നെ പൊട്ടിച്ച കണ്ട്. പിന്നെ എനിക്ക് നല്ല ചീത്തൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ആരാ പൊട്ടിക്കാൻ പറഞ്ഞേ, ഞാൻ കുറേ പൊട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ കുറേയൊന്നും പൊട്ടിച്ചിട്ടില്ല, ആകെ 2 എണ്ണേ പൊട്ടിച്ചിട്ടുള്ളൂ. സംഭവം നല്ല പുളിയാണ്, ശരിക്കും മൂത്തിട്ടില്ല. അത് കുറച്ചും കൂടി വലുതാകുമ്പോഴേ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഞാൻ ടെറസിൻ്റെ സൈഡുണ്ടല്ലോ, അതായത് സൺസൈഡുമ്പോഴായിട്ട് ഞാൻ നിൽക്കണത്. അപ്പം അവിടെ നിന്നാലേ നമുക്ക് പുളി പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഞാൻ പുളി പൊട്ടിച്ചത്. അപ്പോൾ ഉമ്മച്ചിയുടെ കുറച്ച് ചീത്തൊക്കെ കേട്ടു. പിന്നെ എന്ന് വെച്ചാൽ അത് നല്ല പുളിയായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി ഇതാവാന്ന് വെച്ചാൽ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ അത്. അപ്പം നമുക്കത് മുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉമ്മച്ചി അനിയത്തിയും ടെറസിൻ്റെ മേലെ ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉമ്മച്ചി വിറകൊക്കെ അവിടെ ഉണക്കായിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കാനൊക്കെ ആയിട്ട് അവർ വന്നതാണ്. ഫ്രൂട്ട് പൊക്കത്തി വെച്ചേക്കാണ് കേട്ടോ. ഇതിങ്ങനെ താഴേക്ക് വീഴും, ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ രാവിലെ തന്നെ ചായക്കടയൊക്കെ കഴിക്കണേക്കാളും എനിക്കിഷ്ടം ചോറ് കഴിക്കണതുണ്ട്. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ പൊരിച്ച്, പിന്നെ എനിക്ക് വേണ്ടി മാത്രമേ ഒരു പപ്പടമൊക്കെ പൊരിച്ചിട്ട് തലേ ദിവസത്തെ കറിയൊക്കെ കൂട്ടി ഞാൻ ചോറ് കഴിച്ചുട്ടാ.
അപ്പോൾ പിന്നെ വാപ്പിച്ചി ബീഫ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി അതെല്ലാം നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് അത് കറി വെക്കാൻ വേണ്ടി പോവാണ്. സവോള ഒക്കെ അരിഞ്ഞിട്ട് അതാക്കാൻ വേണ്ടി പോകട്ടെ. ആ ടൈം കൊണ്ട് ഞാൻ പിന്നെ കറികളെല്ലാം റെഡിയാക്കാണ് കേട്ടോ. സവോളയും തക്കാളിയൊക്കെ വഴറ്റി അപ്പോഴത്തേന് നമ്മൾ ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ കറിയെല്ലാം റെഡിയായി ഗൈസ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കലാണ് ഉച്ചയായിട്ട്. അപ്പോൾ പപ്പടം ചെറുതാക്കി വറുത്തുണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടം. ഞങ്ങളതിന് കുക്കുവട പപ്പടം എന്നാണ് പറയുക കേട്ടോ. അതും പിന്നെ നമ്മളെ ബീഫ് കറി അച്ചാറും എല്ലാം കൂടെ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ നമുക്ക് പെരുന്നാളല്ലേ വരുന്നത്. അപ്പോൾ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഉമ്മച്ചിയും അനിതൊക്കെ കൂടെ ഷോപ്പിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് പോകണമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പോവാം എന്ന് വിചാരിച്ചു, പക്ഷെ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഒരു 3, 3:30, 4 മണി ആ ഒരു ടൈമിലാട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ വാപ്പിച്ചിയും ഉണ്ട് കേട്ടോ അവിടെ. വാപ്പിച്ചി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതല്ല, ഞങ്ങൾക്ക് പിന്നെ വേറൊരു സ്ഥലത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് വാപ്പിച്ചി അവിടെ സെൻറ്ററിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനിയത്തിയും പിന്നെ ഉമ്മച്ചിയും കൂടെ ഡ്രസ്സ് എടുത്തിട്ട് വരാം, എന്നിട്ട് അങ്ങോട്ട് പോകാം എന്നുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ പെരുന്നാളാണ്, ശരിക്കും പറഞ്ഞാൽ ചെറിയ പെരുന്നാളാണ് എല്ലാവരും നല്ല വലിയ പെരുന്നാളായിട്ട് ആഘോഷിക്കുക. വലിയ പെരുന്നാളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ പെരുന്നാൾ പോലെയാണ് സത്യം പറഞ്ഞാൽ കേട്ടോ. അത് ചിലപ്പോൾ ഇങ്ങനെ നോമ്പൊക്കെ നോക്കിയിട്ട് എടുക്കണോണ്ടായിരിക്കാം. അപ്പോൾ വലിയ പെരുന്നാളിന് ചെറിയ പെരുന്നാളിന് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു പെരുന്നാൾ നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് അത്രയും നല്ലൊരു ഡ്രസ്സൊന്നും എടുക്കണില്ല. ജസ്റ്റ് നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നിട്ട്. അപ്പോൾ നമ്മൾ വലിയ കുറേ ഷോപ്പിലൊന്നും കയറാൻ അങ്ങനെ നിന്നില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്ത് പോവാം ആ ഒരു ഇതിലാണ് വന്നത്. അപ്പോൾ ഉമ്മിച്ച് പറയായിരുന്നു ഷാളും കൂടെ സെറ്റ് വരുന്നുണ്ടല്ലോ, ചുരിദാർ സെറ്റ്, അത് നോക്കി കൂടി. അപ്പോൾ നമ്മളെന്തായാലും കഴിഞ്ഞ പെരുന്നാളിന് നമ്മൾ അതന്നെ എടുത്തത്. പിന്നെ ഇപ്പം അതന്നെ അതൊരിത്തിരി ഫംഗ്ഷൻ വെയർ ആയിട്ട് വരണമല്ല, അതന്നെ പിന്നെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് സിമ്പിളായിട്ടുള്ളത് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു ടോപ്പ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് അതിൻ്റെ പ്രിൻറ്റ്, പിന്നെ എന്ന് വെച്ചാൽ നല്ല മെറ്റീരിയലുമാണ്. പക്ഷെ നമുക്ക് കുറച്ച് ടോപ്സൊക്കെ കാണിച്ചു തന്നിട്ട് അപ്പോൾ അവൾക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടത് അവൾ ആദ്യമേ സെലക്ട് ചെയ്ത് വെച്ചു. പിന്നെ അപ്പോൾ എനിക്ക് വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നല്ല റേറ്റ് കുറവിൽ നമുക്ക് വീട്ടിലൊക്കെ ഇടാം, അത്യാവശ്യം നമുക്ക് പുറത്തേക്ക് ഇടാം, അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലിടാം, അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ നോക്കിയത്. അപ്പോൾ ഒത്തിരി റേറ്റിനൊന്നും നമ്മൾ ഇപ്രാവശ്യം എന്തായാലും എടുക്കണില്ല എന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എനിക്ക് കിട്ടി. അപ്പം അതിനുശേഷം പിന്നെ ഉമ്മച്ചിക്കും ഒരു ടോപ്പ് എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മച്ചിക്കും ഒരു ടോപ്പ് എടുത്തു കേട്ടോ. അപ്പോൾ മൂന്നും നല്ല കളറാണ്, നല്ല ഷെയ്ഡാണ്, നല്ല ടോപ്പുകൾ തന്നെ കിട്ടി. നമ്മൾക്ക് അധികം റേറ്റും ഇല്ലാതെ നമുക്ക് നല്ല ഡ്രസ്സ് കിട്ടി. പിന്നെ അതിലേക്ക് മാച്ചായിട്ട് നമ്മൾ പാൻറ്റും പിന്നെ ഷോളൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ 3 ടോപ്പിലേക്കും പാൻറ്റും ഷോളൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ പിന്നെ 2 ടോപ്പ് ഓൾട്ടറേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൊടുത്തു. അങ്ങനെ പിന്നെ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വാപ്പിച്ചിക്ക് ടീഷർട്ട് നോക്കാണ്. വാപ്പിച്ചി ഇപ്പോൾ പൊതുവേ ജോലിക്കൊക്കെ പോകുമ്പോൾ ടീഷർട്ടാണ് ഇടുന്നത്, ഷർട്ടിനേക്കാളും കൂടുതൽ ടീഷർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ 2-3 ടീഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ടീഷർട്ടും പിന്നെ അതിലേക്ക് മാച്ചായിട്ടുള്ള മുണ്ടും എടുത്തുട്ടാ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കളേഴ്സാണ് എടുത്തത്. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ ഇതെല്ലാം ബില്ലാക്കാൻ വേണ്ടി പോവാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഡ്രസ്സ് എടുക്കലും എല്ലാം കഴിഞ്ഞു. മറ്റേത് നമ്മൾ കുറേ ഷോപ്പ് കയറിയിട്ടൊക്കെ ഡ്രസ്സ് എടുക്കാറ്, ഇപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടി. എന്നിട്ട് പിന്നെ അനിയത്തിനെ വാപ്പിച്ച് വണ്ടിയായിട്ട് വീട്ടിലോട്ട് വിട്ടുവിട്ടാ. എന്നിട്ട് ഞാനും ഉമ്മച്ചി വാപ്പിച്ചും കൂടെ ഒരു സ്ഥലം വരെ പോവാണ്. അതെന്തൊക്കെയാണ് അവർക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഞാനും കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ ബസ്സിലാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി സ്ഥലത്തെത്തിയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. എന്തൊക്കെയോ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വാപ്പിച്ചി ഉമ്മിച്ചൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ശരിയാക്കി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരണം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ വൈകുന്നേരമായി, ഒരു 6 മണിക്ക് അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്.
6 മണിയൊന്നും ആയിട്ടുണ്ടാവില്ല, കുറച്ച് ടൈമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാം. പിന്നെ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നല്ല ഉള്ളിവടയും പിന്നെ നല്ല ചൂട് ചായയും കഴിക്കുക. ഉള്ളിവട എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ, ഫുള്ള് മൈദയിൽ ഉള്ളി കാണാനേ ഇല്ല. അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങളെ വീട്ടിലോട്ടുള്ള ബസ്സും കാത്ത് ഞങ്ങളിങ്ങനെ പോസ്റ്റർ അടിച്ച് നിൽക്കുക. അപ്പോൾ പിന്നെ ഇതോടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, അതുകൊണ്ട് വീഡിയോ ഇത്ര വെച്ച് നിർത്തുവാണ്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം, അതുവരേക്കും ബൈ.